ആശികേട്ട കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മന്ത്രിയും കൂടെ ആയിട്ടുണ്ടായിരുന്ന PK ശ്രീമതി ടീച്ചറിന്റെ ഒരു വികാര നിർഭരയായിട്ടുള്ളൊരു നിമിഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വളരെ സങ്കടത്തോടെ കുറച്ച് ഇമോഷണലായി ടീച്ചർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വാർത്തയെ സംബന്ധിച്ചിട്ടാണ് ടീച്ചർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചാനലുകൾ ചേർന്നുകൊണ്ട് അതിലൊരു മാധ്യമവും ചാനലും ന്യൂസ് ചാനലും ബാക്കി ഓൺലൈൻ ചാനലുകളെല്ലാം ചേർന്നുകൊണ്ട് PK ശ്രീമതി ടീച്ചർ ഒരു മുൻ MLA ഭാര്യയായി ചമഞ്ഞുകൊണ്ട് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു എന്നതായിരുന്നു വാർത്ത. പക്ഷേ ഇന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ് ആ PK ശ്രീമതി ടീച്ചർ എന്നും സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മാധ്യമധർമ്മം എന്തുകൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്തില്ല അല്ലെ? ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് PK ശ്രീമതി ടീച്ചർ എന്ന പേര് കേട്ട ഉടനെ അത് ഈ ശ്രീമതി ടീച്ചർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളെല്ലാം പടച്ചുവിടുന്ന ഒരു തരത്തിലേക്ക് ഫാക്ട് ചെക്കിംഗ് ഇല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു മാധ്യമ പ്രവർത്തനമല്ല, ഇതൊരു എന്താ പാപ്പരാസിസം അതാണ് ഇതിന് ശരിക്കും പറയേണ്ടത്. അതായത് കിട്ടുന്ന കണ്ടന്റ് അതേ രീതിയിൽ തന്നെ എയറിലേക്ക് പടച്ചു വിടുക എന്നുള്ള രീതി ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതുപോലുള്ള സോകോൾഡ് ഓൺലൈൻ മീഡിയാസിന് ശരിക്കും ഒരു മെയിൻ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പഗണ്ട എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അവരെ മാനസികമായി തളർത്താനുള്ള പലവിധ വാർത്തകളും അത് അവരെക്കുറിച്ച് ലഭിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ ഈ ഒരു രീതിയിൽ എഴുതി വിടുന്നു, അല്ലെങ്കിൽ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു ചെറിയൊരു കാര്യത്തെ ഊതി വീർപ്പിച്ച് വലിയൊരു കാര്യമാക്കി സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് ശരിക്കും ഈ ഒരു ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട ചാനലുകൾ ചെയ്യുന്നത്. ഇത് പല വിഷയങ്ങളിൽ ഇതുപോലെ പ്രൊപ്പഗണ്ട ചാനലുകൾ ഈ ഒരു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകളെല്ലാം എടുത്ത് പടച്ചു വിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നും വ്യക്തമായിട്ടുള്ള ഒന്ന് അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാനോ ഇതുവരെ ആരും മുന്നിട്ടിറങ്ങാത്തതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ PK ശ്രീമതിക്ക് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഈ ഒരു PK ശ്രീമതി ആരാണെന്നുള്ളത്. മുൻ ആരോഗ്യമന്ത്രിയായിരുന്നു. 50 വർഷത്തോളം സമൂഹത്തിൽ പൊതുപ്രവർത്തകയായിട്ടുണ്ട്. അതുമാത്രമല്ല CPM-ന്റെ സമുന്നത വനിതാ നേതാവാണ്. ഇതെല്ലാം ആയിരിക്കെ ഈ ഒരു വനിതാ നേതാവിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ തകർക്കാനായിട്ട് ഒരു വാർത്തയുമായി ഒരു 3-4 ചാനലുകൾ ഉരുമ്പിട്ടിറങ്ങുകയാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്, ഒരു MLA ഭാര്യ എന്ന രീതിയിൽ ഒരു കള്ള ഡോക്യുമെന്റുകൾ കെട്ടിച്ചമച്ച് ആ പെൻഷനും കാര്യങ്ങളുമായി ഈ ശ്രീമതി തട്ടിപ്പ് നടത്തി എന്ന ഒരു വാർത്ത വരുന്നു. അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിലെ കുന്നംകുളം എന്ന നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് MLA ആയ PR കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും ഇതുപോലെ PK ശ്രീമതിയാണ്. അവരൊരു റിട്ടയർഡ് ഹെഡ് മിസ്സസ് ആണ്. അത് മാത്രമല്ല അവർ 2020 മരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 2020 മരിച്ചിരുന്നു. അപ്പൊ അതുവരെ ഈ ഒരു പെൻഷൻ അവർക്ക് അവകാശപ്പെട്ട പെൻഷൻ അവർ സ്വീകരിച്ചിരുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ PK കൃഷ്ണന്റെ PR കൃഷ്ണന്റെ യഥാർത്ഥ ഭാര്യയായിട്ടുള്ള PK ശ്രീമതിയുടെ കാര്യമാണ്. അവർ 2020 മരിക്കുന്നു. 2026 വരെ ഇതുപോലെ ഒരു 6 വർഷം ഈ ഒരു പെൻഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു 6 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് 6 മാസങ്ങളായി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രീമതിക്കെതിരെ വാർത്തകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും വരികയാണ്. ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അത് ഷെയർ ചെയ്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വാർത്ത ഷെയർ ചെയ്യപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിക്കെതിരെ ഉണ്ടാവുന്ന ഒരു പ്രതിച്ഛായ മങ്ങൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യാൻ ഈ ഒരു പരിധി വരെ ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് എന്താണ് ആവശ്യം? ഇവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ, ദാറ്റ്സ് നോട്ട് ദ പ്രോബ്ലം. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യൂസ് ആൻഡ് ലൈക്സ്, ഷെയർ, ഇതെല്ലാം സ്വാഭാവികമായിട്ട് അവർക്ക് ലഭിച്ചു. അതായത് ഈ ഒരു വാർത്ത കാണുന്ന ആരും ഇതിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഈ ഒരു വനിതാ നേതാവായ PK ശ്രീമതിയെ വിളിച്ച് അന്വേഷിക്കുന്നില്ല. ടീച്ചറെ ഇതുപോലെ ഒരു സംഭവം കാണുന്നുണ്ട്, ടീച്ചറെ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവസാനം ഗതികെട്ട് ഈ PK ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളുടെ ഈ മീഡിയാസിന്റെ മുന്നിൽ വന്ന് കരയുകയാണ്.
ഈ ഒരു കൃഷ്ണൻ അല്ലെങ്കിൽ പി ആർ കൃഷ്ണൻ ആരാണെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഒരു മീഡിയാസിൽ നിന്ന് ഇതുപോലെ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാൻ ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഇതുപോലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി, അതും കൂടുതൽ തെളിവുകളായി, അത് ശക്തവും ആധികാരികവുമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. അങ്ങനെ നിയമ നടപടി നടക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുന്നു. ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു നിലയുടെ ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം എന്ന് പറയും, പക്ഷെ മനുഷ്യരുടെ കഴിയില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു CPM നേതാവ്, CPM വനിതാ നേതാവ് PK ശ്രീമതി ടീച്ചർ എന്ന് പറയുമ്പോൾ അതിന് കാണാൻ ആൾക്കാർ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അതാണ് അവരുടെ സെല്ലിംഗ് പോയിന്റ്. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതില് 1960 ഈ കുന്നംകുളം MLA ആയിരുന്നത് PR കൃഷ്ണൻ. 1960 എന്ന് പറയുമ്പോൾ എത്ര നാള് നമ്മൾ പിന്നിട്ടു എന്ന് ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതോ ഒരു കൃഷ്ണന്റെ പേരിലാണ് പറയുന്നതെന്ന്. അവർക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഈ ഫാക്ട് ചെക്ക് ചെയ്യാതെ മുഖ്യധാരാ മാധ്യമം പോലും, ജനം TV ഉൾപ്പെടെ മുഖ്യധാരാ മാധ്യമം പോലും ഒരു വാർത്ത പടച്ചുവിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നമ്മൾ പറയുന്ന സെല്ലിംഗ് പോയിന്റ് ആണെങ്കിൽ പോലും അതിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് കൃഷ്ണപ്രിയ. അതായത് ഇപ്പോൾ ഒരു BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മീഡിയകൾക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കുന്ന 2 മുന്നണികൾ, അത് UDF-ഉം LDF-ഉം അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും എന്ന ഈ 2 പാർട്ടികളാണ് ഇവരുടെ വ്യക്തമായിട്ടുള്ള ശത്രുക്കൾ. അപ്പൊ ഇവർക്കെതിരെ ഒരു പ്രതിച്ഛായ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും ഇവർ പാഴാക്കുന്നില്ല. പക്ഷെ ഈ പാഴാക്കുന്നതിനൊപ്പം ഈ ഒരു ഇവർ അത് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കുന്നത് മാധ്യമധർമ്മം എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആധികാരികമായിട്ട് ചെയ്യുന്ന പലരും നമുക്കിടയിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വരെ ഈ ഒരു ജേർണലിസം എന്നുള്ളൊരു ഫീൽഡ് ഇത് പഠിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ ഈ പല ന്യൂസുകളും കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വസ്തുനിഷ്ഠവും അല്ലെങ്കിൽ ജെനുവിനിറ്റി ഉള്ളതുമായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെ ഒരുപാട് മീഡിയ ജേർണലിസ്റ്റുകൾക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം കാറ്റിൽ പറത്തി ജേർണലിസത്തെ വെറും ഒരു കവറപ്പായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ കവറപ്പായിട്ട് മറച്ചു പിടിക്കുകയാണ്. ഇതുപോലെ ജനം TV ആവട്ടെ, അല്ലെങ്കിൽ കർമ്മ ന്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ ഭാരത് ലൈവ്, ഇതുപോലെ ഒരുപാട് ഒരു പത്രം, ഒരു വൈകുന്നേരം ഇറങ്ങുന്ന ഒരു പത്രം, ഒരു അന്തിപ്പത്രം അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പത്രം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മുടെ നാട്ടിൽ പറയില്ലേ, അതൊരു വെറും മഞ്ഞപ്പത്രമാണ്. അതെ, അതിന്റെ ആ ഒരു നിലവാരമേ ഉള്ളൂ ഈ ഒരു മഞ്ഞപത്രത്തിന്. അപ്പോൾ അവർ പക്ഷേ ഈ മഞ്ഞപത്രത്തിലൂടെ ആണെങ്കിലും പറയുന്നത് കേൾക്കാനും ആൾക്കാരുണ്ട്. ഈ പറയുന്നത് ശരിക്കും നമ്മളൊരു വാർത്ത കണ്ടതിന് ശേഷം ആദ്യം വിശ്വസിക്കും, പിന്നെയാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ച് മാറിയെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ഇതിന് ശരിക്കും ഉള്ളതാണോ എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ആകട്ടെ, അല്ലെങ്കിൽ ജെമിനി, ഇതുപോലുള്ള പല സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ നമുക്ക് പല സോഴ്സുകളും, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരനായാലും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയാൻ പല സോഴ്സുകളുണ്ട്, പല വഴികളുണ്ട്. അതെല്ലാം അങ്ങനെ രീതിയിൽ മെനക്കെട്ട് ചെയ്താൽ ഇതുപോലുള്ള ഒരു പാപ്പരാസികളെ പിടിച്ചു കെട്ടാൻ സാധിക്കും. ഇതില് മാധ്യമ പ്രവർത്തകർ ആണ് ഇതിലൊക്കെ തന്നെയും സംസാരിക്കുന്നത്. അതില് പ്രത്യേകമായിട്ടും ശ്രീമതി ടീച്ചർ 2 പേർ വന്നുകൊണ്ട് വളരെ വിശ്വസനീയമായ രീതിയിലാണ് എനിക്കെതിരെ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിശ്വസനീയം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചിലപ്പോൾ അവർ പോലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി കാണില്ല. PK ശ്രീമതി എന്ന് കണ്ടുവാ ഇത് ശ്രീമതി ടീച്ചർ എന്നുള്ള വിചാരത്തിൽ തന്നെ ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. അങ്ങനെയും ഇരിക്കാം. കാരണം ചിലപ്പോൾ ഈ വാർത്ത ഏതെങ്കിലും അധികാരികൾ കൊടുത്തപ്പോൾ അവർക്ക് കൃത്യമായൊരു പ്രൊപ്പഗാൻഡ ഉണ്ടാവാം, പക്ഷെ താഴേക്ക് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതുപോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക്, വിശ്വസനീയമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടത്തോടുള്ള ഒരു ചാനൽ മാത്രമല്ലല്ലോ, കൂട്ടത്തോടെയുള്ള ഒരു ആക്രമണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ മാധ്യമ പ്രവർത്തകരാണ് അതൊക്കെ തന്നെയും സംസാരിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് വെറുതെ പാസ്സാവുന്നതല്ല, എത്തിക്സ് ഉൾപ്പെടെ നമ്മൾ കൃത്യമായി പഠിച്ച് തന്നെയാണ് പാസ്സാവുന്നത്. അപ്പോൾ ഈ എത്തിക്സ് ഒന്നും ഫോളോ ചെയ്യാതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എത്തിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫാക്ട് ചെക്കിങ് തന്നെയാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉൾപ്പെടെ, നേഷൻ ഫസ്റ്റ് ഉൾപ്പെടെ വാർത്തകൾ
കൊടുക്കാറുള്ളത്. പക്ഷെ ആ രീതിയിലേക്ക് മാറുന്നില്ല പല ഓൺലൈൻ മാധ്യമങ്ങളും എന്ന് പറയാൻ പറ്റും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ അന്തരിച്ച നടൻ സെലിംകുമാർ, സെലിംകുമാറിന്റെ ആ ഒരു സംസ്കാര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ചാനലുകൾക്കുണ്ടായിരുന്ന ഒരു അതിപ്രസരം ഉണ്ടല്ലോ. ആ സമയത്ത് പൊതുജനങ്ങളിൽ നിന്ന് ഈ പാപ്പരാസികൾക്കെതിരെ വലിയൊരു രീതിയിൽ പ്രതിഷേധമുണ്ടായി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് ഒരു പാപ്പരാസികളെ കുറിച്ച് ജനം മറന്നു തുടങ്ങി. അങ്ങനെ പല സീസണുകളിലായി അല്ലെങ്കിൽ പല സംഭവങ്ങളായി വരുന്തോറും ആ ജനങ്ങൾക്ക് വരുന്ന ഈ ഒരു മറവി തന്നെയാണ് ഈ പാപ്പരാസികളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഇവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ എതിർക്കാനോ അല്ലെങ്കിൽ ഇവർ പറയുന്നതിന് തിരിച്ച് ചോദിക്കാനോ ഒരു പൊതുജനം തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്താണ് സമൂഹത്തിൽ ഇതുപോലുള്ള അപഖ്യാതികളും അല്ലെങ്കിൽ തെറ്റായ കുപ്രചരണങ്ങളും എല്ലാം പടച്ചുവിടുന്നതും സാധാരണക്കാരെ ഈ വഴിതെറ്റിക്കുന്നതും. ഇനി എന്താണെങ്കിലും കൃത്യമായി ഇത് ചെയ്തവർക്കെതിരെ നടപടി വേണം. ഏത് മാധ്യമപ്രവർത്തനാണെങ്കിലും ഇത് തെറ്റായ രീതിയിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന മാധ്യമപ്രവർത്തനം അനുവദിച്ചുകൂടാ. PK ശ്രീമതി ടീച്ചർ അതൊരു മാധ്യമപ്രവർത്തനം അല്ല. അത് കൃഷ്ണൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊരു മാധ്യമപ്രവർത്തനം അല്ല. ഇത് ജസ്റ്റ് എന്താ പറയാ, ഒരു PR അല്ലെങ്കിൽ PR എക്സസൈസ് അല്ലെങ്കിൽ അവരുടെ പ്രോപ്പഗണ്ട അങ്ങനെ കണ്ടാൽ മതി. ഇത് ജേർണലിസം അല്ല. ജേർണലിസവും അല്ലെങ്കിൽ ഈ പ്രോപ്പഗണ്ടയും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രോപ്പഗണ്ട ചാനലിൽ മാത്രം അഭിസംബോധന ചെയ്താൽ മതി. മറ്റുള്ള മീഡിയ ചാനലുകൾ അല്ലെങ്കിൽ എത്തിക്സ് പാലിച്ച് മുന്നോട്ട് പോകുന്ന ചാനലുകൾക്കും കൂടി ഒരു ചീത്തപ്പേര് വാങ്ങിച്ചു നൽകാൻ ഉരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന കുറച്ച് പ്രോപ്പഗണ്ട ചാനൽ, ആ ചാനലുകളെ ജനം തിരിച്ചറിഞ്ഞ് അവരെ വരുതിക്ക് നിർത്തുന്ന ഏത് കാലം വരുന്നോ അന്നേ നമ്മുടെ ഈ നാട്ടില് മാധ്യമധർമ്മം സത്യസന്ധമായി പുലരുകയുള്ളൂ. എന്താണെങ്കിലും PK ശ്രീമതി ടീച്ചർക്ക് ന്യായമായ ഒരു ജസ്റ്റിസ്, ഒരു നീതി ഉടൻ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടുള്ള ഒരു കേസാണ്. കൃത്യമായി ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുമുള്ളതിന് ശക്തമായൊരു നിയമ നടപടിയും കൂടെ ഉണ്ടാവണം.